ഇന്ത്യയിലെ വൺ ഓഫ് ദ ഡേഞ്ചർ ട്രക്ക് എന്നറിയപ്പെടുന്ന ഹരിയർ ഫോർട്ടിലേക്കും ഹരിയർ ഫോർട്ടിലെ ഹയസ്റ്റ് പോയിന്റായ ബല്ലേ കിലയിലേക്കുമുള്ള ഒരു സോളോ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം, നമ്മുടെ ചാനലിലെ പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൈറ്റിൽ കണ്ട പോലെ ഇൻട്രസ്റ്റിങ്ങും അഡ്വഞ്ചറസും ആയിട്ടുള്ള ഹരിയർ ഫോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബകേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫോർട്ട് ഉള്ളത്. 9th to 14th സെഞ്ചുറി പീരീഡിൽ യാദവ ഡൈനാസ്റ്റി ഗോണ്ടഗഡ്സി കൂടെയുള്ള ട്രേഡ് റൂട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോർട്ട് ബിൽഡ് ചെയ്തത്. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് ഈ ഫോർട്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടി 80 ഡിഗ്രിയിലുള്ള 117 സ്റ്റെപ്പുകൾ കടന്ന് വേണം ഈ ഫോർട്ടിൻ്റെ മീതെത്താൻ. അങ്ങനെ കടന്ന് ഈ ഫോർട്ടിൻ്റെ മീതെത്തി എന്താ അവസ്ഥ എന്നുള്ളത് നമുക്ക് പോയിട്ട് നേരിട്ട് കാണാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം വരെ എങ്ങനെ എത്തുക എന്നുള്ളത് ട്രിപ്പ് പ്ലാൻ പറയുമ്പോൾ പറയാം. ഹരിയർ ഫോർട്ടിലേക്കുള്ള ട്രക്ക് നമ്മൾ നെർഗുഡ്പാട ഗ്രാമത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നെർഗുഡ്പാടയിൽ നിന്നും 21 കിലോമീറ്റർ അകലെയുള്ള ത്രയംബകാണ് ഹരിയർ ഫോർട്ടിന് അടുത്തുള്ള സിറ്റി. നാട്ടിൽ നിന്നും മംഗള ലക്ഷദ്വീപ് ട്രെയിനിൽ വൈകിട്ട് 4 മണിയോടുകൂടി നാസിക്കിലെത്തി. നാസിക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ ബസ് യാത്ര ചെയ്ത് ത്രയംബകുമെത്തി. ബ്രഹ്മഗിരി ഹിൽസിന്റെ താഴ്വാരത്തുള്ള ത്രയംബകിലാണ് ഫേമസ് ആയിട്ടുള്ള ത്രയംബകേശ്വർ ടെമ്പിൾ ഉള്ളത്. സ്കൂൾ ബസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ബസ്സിലാണ് നെർഗുഡ്പാട പോകേണ്ടത്. അവിടെ നിന്നാണ് ഹരിയർ ഫോർട്ടിലേക്കുള്ള ട്രക്ക് തുടങ്ങുന്നതും. ഏകദേശം 1 മണിക്കൂർ ബസ് യാത്ര ചെയ്ത് നെർഗുഡ്പാട എത്തി. നെർഗുഡ്പാടയിലെത്തി ഹരിയർ ധാബയിൽ സ്റ്റേ അന്വേഷിച്ച എന്നെ മലയാളിയായ ദാവൂദാണ് വെൽക്കം ചെയ്തത്. ദാവൂദും സമീറും നാട്ടിൽ നിന്നും ഹരിയർ ഫോർട്ടിലേക്കുള്ള ക്യാമ്പിംഗ് ട്രിപ്പ് ഓർഗനൈസേഴ്സ് ആണ്. അങ്ങനെ അരുവിയിലെ കുളിയും ക്യാമ്പ് ഫയറുമായി ആ രാത്രി കടന്നുപോയി. അടുത്ത ദിവസം കാലത്ത് ടെന്റിന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ കൊടുമുടി പോലെ ഹരിയർ ഫോർട്ട് നിൽക്കുന്നത് കണ്ടു. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യസ്ഥാനം ഹരിയർ ഫോർട്ടിന്റെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ബല്ലേ കിലയാണ്. ഹരിയർ ഫോർട്ടിന് 2 ബേസ് വില്ലേജസ് ഉണ്ട്. ഒന്ന് നെർഗുഡ്പാട, പിന്നെ ഹർഷേവാടി. ഹർഷേവാടിയിൽ നിന്നും ഹരിയർ ഫോർട്ടിലെ സ്റ്റെപ്സിന്റെ താഴെ വരെ എത്താൻ 1 മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ. നെർഗുഡ്പാടയിൽ നിന്ന് 2 മണിക്കൂറിന് മീതെയും. പക്ഷേ നെർഗുഡ്പാടയിലേക്ക് മാത്രമാണ് ത്രയംബകിൽ നിന്നും ബസ് സർവീസ് ഉള്ളത്. അങ്ങനെ നെർഗുഡ്പാട ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ തുടങ്ങി. ഹരിയർ ഫോർട്ടിനെ ഫേസ് ചെയ്താണ് നടക്കുന്നത്. ലോസ്റ്റ് ആവാനുള്ള ചാൻസസ് ചെറുതായിട്ടുണ്ട്. ആൾക്കാർ പോയ വഴിയിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടിരിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ട് അത് നോക്കി വഴി തെറ്റാതെ ഞാൻ നടന്നു. അങ്ങനെ പാടം കഴിഞ്ഞ് കൃഷിസ്ഥലം കഴിഞ്ഞ് കാട് കഴിഞ്ഞ് ഏകദേശം മലയുടെ ടറയും കാണാൻ തുടങ്ങി. മുകളിലെത്തുമ്പോൾ ഹർഷേവാടിയിലെ ഗ്രാമവാസികൾ നടത്തുന്ന ചെറിയ കടകൾ കാണാം. സോമനാഥ് ഭായിയുടെ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റായി മാഗിയും ലൈം ജ്യൂസും കുടിച്ച് ഞാൻ പിന്നെയും നടക്കാൻ തുടങ്ങി. അങ്ങനെ 2 മണിക്കൂർ ട്രക്ക് ചെയ്ത് ഹരിയർ ഫോർട്ടിന്റെ താഴെ എത്തി. സ്ഥലമെല്ലാം നോക്കി മനസ്സിലാക്കി. ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റെപ്സ് കയറേണ്ടത്. നമുക്ക് ആദ്യം എത്തേണ്ടത് ഈ കൊടിവെച്ച സ്ഥലത്തും. ആൾക്കാർ കയറുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 2 കൈനെയും 2 കാലിനെയും വിശ്വസിച്ച് വേണം ഈ 80 ഡിഗ്രിയിലുള്ള സ്റ്റെപ്സ് കയറാൻ. മെയിൻ ടീംസിനെ കുറിച്ച് പറയാൻ മറന്നു. മുകളിൽ നിന്നും എല്ലാം കാണുന്നവർ, ഇവരെ സൂക്ഷിക്കുക. ഇവരുടെ ചെക്കിംഗ് ഇല്ലാതെ ആർക്കും ഹരിയർ ഫോർട്ട് കയറാൻ പറ്റില്ല. ഫുഡുള്ള ചെറിയ കവറുകളും ബാഗുകളും ഇവരുടെ ലക്ഷ്യം. ഈ 80 ഡിഗ്രിയിലുള്ള സ്റ്റെപ്സ് കയറുമ്പോൾ വരെ ഇവരെത്തും. അങ്ങനെ സ്റ്റെപ്സിൽ കുരങ്ങന്മാരില്ലാത്ത സമയം നോക്കി കയറാൻ തുടങ്ങി. ഒരാൾക്ക് കയറാനുള്ള വീതിയേ ഉള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ ബാക്കിലേക്ക് നോക്കാതെ കയറിയാൽ 10 മിനിറ്റിൽ കൊടിവെച്ച സ്ഥലമെത്താം. കൊടിവെച്ച സ്ഥലത്താണ് മഹാദർവാസ. ഇപ്പം നമ്മൾ ഏകദേശം ഫോർട്ടിൻ്റെ 50% എത്തി. ഇനി ഈ നിൽക്കുന്ന സ്ഥലത്തെ മലയുടെ ഇടയിൽ കാണുന്ന ആ ചെറിയ വഴിയിലൂടെയാണ് ബാക്കി പോകേണ്ടത്. ഈ വഴിയിൽ കൈവരിയൊന്നുമില്ല. ആക്രോഫോബിയ അഥവാ ഹൈറ്റിനെ പേടിയുള്ള ഒരാൾ ഇവിടെ ഇരുന്നു പോകുന്നതും കാണാനിടയായി. അങ്ങനെ അടുത്ത സ്റ്റേഴ്സിൻ്റെ സെക്ഷൻ കയറാൻ തുടങ്ങി.
ഈ സ്റ്റെപ്സ് 80 ഡിഗ്രിയിൽ വളഞ്ഞു കയറേണ്ട സെക്ഷൻ കൂടിയാണ്. സ്റ്റെപ്സ് കയറി പ്ലാറ്റു അഥവാ പീഠഭൂമി എത്തി ഒരറ്റം ലക്ഷ്യമാക്കി നടന്നു. ഹനുമാന്റെ ഈ ചെറിയ അമ്പലത്തിൽ തൊഴാൻ വരുന്ന ഗ്രാമവാസികളുമുണ്ട്. മഹാരാഷ്ട്രയിലത്തെ മിക്ക ഫോർട്ടുകൾ എടുത്താലും നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിൻ്റെ മീതെ കാണാൻ പറ്റില്ല. ഫോർട്ട് എന്നുള്ള പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. 1818 ആംഗ്ലോ മറാഠ വാറിന് ശേഷം ബ്രിട്ടീഷ് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ഫോർട്ടുകളും നശിപ്പിക്കുകയായിരുന്നു. ആ ഫോർട്ടുകളിൽ നിന്ന് പിന്നെ ഈ ബ്രിട്ടീഷിനൊരു പ്രതിരോധം വരാണ്ടിരിക്കാൻ വേണ്ടി ഹരിയർ ഫോർട്ടിന്റെ ബിൽഡ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ കണ്ടിട്ട്, സ്റ്റെപ്സ് കണ്ടിട്ട് ബ്രിട്ടീഷ് ഫാസിനേറ്റ് ആയിട്ട് ആണ് ഈ സ്റ്റെപ്സ് തകർക്കാണ്ട് വരുന്നതെന്നാണ് പറയണത്. അതുപോലെ തന്നെ ഹരിയർ ഫോർട്ടിന്റെ മീതെയുള്ളതിലത്തെ ആകെ കൂടിയുള്ള ഒരു മാൻമെയ്ഡ് ആയിട്ട് സ്ട്രക്ചർ ഉള്ളത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്പേസ് ആണ്. ഈ സ്പേസ് അന്നത്തെ കാലത്ത് അവരുടെ ധാന്യങ്ങളെല്ലാം സൂക്ഷിക്കണ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഹരിയർ ഫോർട്ടിൻ്റെ അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബല്ലേക്കിലെയാണ് നമ്മുടെ അടുത്ത വ്യൂ പോയിന്റ്. ബല്ലേക്കിലെയാണ് ഹരിയർ ഫോർട്ടിലത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനമായ ബല്ലേക്കിലയിലെത്തി. മഹാരാഷ്ട്ര ഗുജറാത്ത് റൂട്ടായ ഗോണ്ടാഗഡ്സിലൂടെയുള്ള ട്രേഡ് റൂട്ട് നിരീക്ഷിക്കാനാണ് ഹരിയർ ഫോർട്ട് പണിതത്. അങ്ങനെ തന്ത്രപ്രധാനമായ ട്രേഡ് റൂട്ടുകളും പ്രകൃതി ഭംഗിയും നിരീക്ഷിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ തുടങ്ങി. കാരണം സൺസെറ്റ് ആവാറായി. നിർഗുഡ്പാട എത്താൻ കുറേ ദൂരവുമുണ്ട്. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നത് ഭാസ്കർഗഡ്, ഉത്വത്ത്, ഫനി എന്നീ മലകൾക്ക് പുറകിലാണ്. ഫുൾമൂൺ ആയത് കാരണം നിലാവുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നെർഗുഡ്പാടയും എത്തി. ഗോദാവരി നദിയുടെ ഉത്ഭവം തേടി ത്രയംബകിലെ ബ്രഹ്മഗിരി ഹിൽസ് ലക്ഷ്യമാക്കി ഞാൻ യാത്ര തുടർന്നു. അപ്പം നമുക്കെല്ലാവർക്കും അടുത്ത യാത്രയിൽ കാണാം.